ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ്. 5 ലോസ് ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഒന്നാമത്തേത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, രണ്ടാമത്തേത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, മൂന്നാമത്തേത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ്, നാലാമത്തേത് ഗേ-ലുസാക്സ് ലോ ഓഫ് ഗ്യാഷ്യസ് വോളിയംസ്, അഞ്ചാമത്തേത് അവോഗാഡ്രോ ലോ. അപ്പൊ 5 ലോസിന്റെ പേര് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തേത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, രണ്ടാമത്തേത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, മൂന്നാമത്തേത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ്, നാലാമത്തേത് ഗേ-ലുസാക്സ് ലോ ഓഫ് ഗ്യാഷ്യസ് വോളിയംസ്, അഞ്ചാമത്തേത് അവോഗാഡ്രോ ലോ. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനിലെ ഒന്നാമത്തെ ലോ ആണ് നമ്മളിപ്പോ പഠിക്കുന്നത്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഇത് പ്രപ്പോസ് ചെയ്തത് ആന്റോണിയോ ലവോസിയർ ആണ്. It states that matter can neither be created nor be destroyed. Matter ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല. ഇതിന് വേറൊരു സ്റ്റേറ്റ്മെന്റ് കൂടിയുണ്ട്. ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്ടൻസ് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ മാസ് ഓഫ് ദ പ്രോഡക്ട്സ്. ഒരു കെമിക്കൽ റിയാക്ഷന്റെ റിയാക്ടൻസിന്റെ ടോട്ടൽ മാസ് അതിന്റെ പ്രോഡക്റ്റിന്റെ ടോട്ടൽ മാസിന് ഈക്വൽ ആയിരിക്കും. റിയാക്ടൻസിന്റെ ടോട്ടൽ മാസും പ്രോഡക്റ്റിന്റെ ടോട്ടൽ മാസും ഈക്വൽ ആയിരിക്കും. രണ്ട് തരത്തില് ലോ ഓഫ് കൺസർവേഷൻ മാസ് സ്റ്റേറ്റ് ചെയ്യാം. ഒന്നാമത്തേത് മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, അല്ലെങ്കിൽ ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്ടൻസ് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ മാസ് ഓഫ് ദ പ്രോഡക്ട്സ്. രണ്ടാമത്തെ ലോ, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. മറ്റൊരു പേരാണ് ലോ ഓഫ് കോൺസ്റ്റന്റ് കോമ്പോസിഷൻ. ഇത് പ്രപ്പോസ് ചെയ്തത് ജോസഫ് പ്രോസ്റ്റ്. It states that a given compound always contains exactly the same proportion of elements by weight. ഒരു കോമ്പൗണ്ടിനകത്ത് എപ്പോഴും ഒരേ എലമെന്റ്സ് അതിന്റെ മാസിന്റെ ഫിക്സ്ഡ് പ്രൊപ്പോർഷനിൽ കമ്പൈൻ ചെയ്തിട്ടുണ്ടാവും. അതായത് വാട്ടർ ഉള്ള ഒരു കോമ്പൗണ്ട് ആണെങ്കിൽ വാട്ടറിനകത്തുള്ള എലമെന്റ്സ് എപ്പോഴും ഹൈഡ്രജനും ഓക്സിജനും ആയിരിക്കും. 2 ഗ്രാം ഹൈഡ്രജനും 16 ഗ്രാം ഓക്സിജനും കമ്പൈൻ ചെയ്യുമ്പോഴാണ് H2 ആയിട്ട് മാറുന്നത്. ഒരു കോമ്പൗണ്ടിനകത്ത് അതിനകത്തുള്ള എലമെന്റ്സ് എപ്പോഴും ഒരേ എലമെന്റ്സ് ആയിരിക്കും. ആ എലമെന്റ്സ് അതിന്റെ മാസിന്റെ ഒരു ഫിക്സ്ഡ് പ്രൊപ്പോർഷനിലായിരിക്കും കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുക. ഇതാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ഒരു കോമ്പൗണ്ട് തന്നെ നമുക്ക് ഡിഫറെന്റ് മെത്തേഡ് വഴി അല്ലെങ്കിൽ ഡിഫറെന്റ് സോഴ്സിൽ നിന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഏത് മെത്തേഡ് വഴി പ്രിപ്പയർ ചെയ്താലും ഒരു പെർട്ടിക്കുലർ കോമ്പൗണ്ടിനകത്തുള്ള എലമെന്റ്സ് സെയിം ആയിരിക്കും. ആ എലമെന്റ്സിന്റെ മാസുകൾ ഒരു സിമ്പിൾ റേഷ്യോയിലായിരിക്കും, ഫിക്സ്ഡ് റേഷ്യോയിലായിരിക്കും. ഇതാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് കാർബൺ ബേൺ ചെയ്ത് പ്രിപ്പയർ ചെയ്യാം. കാൽസ്യം കാർബണേറ്റ് ബേൺ ചെയ്യുമ്പോഴും നമുക്ക്, അല്ലെങ്കിൽ കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്യുമ്പോഴും കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന കോമ്പൗണ്ടിനകത്തുള്ള എലമെന്റ്സ് എപ്പോഴും കാർബണും ഓക്സിജനും ആയിരിക്കും. 12 ഗ്രാം കാർബണും 32 ഗ്രാം ഓക്സിജനും കമ്പൈൻ ചെയ്യുമ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. ഒരു കോമ്പൗണ്ടിനകത്തുള്ള എലമെന്റ്സ് എപ്പോഴും സെയിം ആയിരിക്കും. ആ എലമെന്റ്സിന്റെ മാസ് ഒരു ഫിക്സ്ഡ് റേഷ്യോയിലായിരിക്കും. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ്. ഇത് പ്രപ്പോസ് ചെയ്തത് ജോൺ ഡാൾട്ടൺ. This law states that if 2 elements can combine to form more than one compound, the masses of one element that combine with a fixed mass of the other element are in the ratio of small whole numbers. രണ്ട് എലമെന്റ്സ് കമ്പൈൻ ചെയ്ത് ഒന്നിലധികം കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കോമ്പൗണ്ട്സിൽ ഒരു എലമെന്റിന്റെ മാസ് ഫിക്സ്ഡ് ആയിരിക്കും, മറ്റൊരു എലമെന്റിന്റെ മാസ് ഡിഫറെന്റ് ആയിരിക്കും. ആ ഡിഫറെന്റ് ആയിട്ടുള്ള എലമെന്റിന്റെ മാസുകൾ ഈ രണ്ട് കോമ്പൗണ്ടിലും ഒരു സിമ്പിൾ റേഷ്യോയിലായിരിക്കും. ഇതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഇത് പ്രപ്പോസ് ചെയ്തത് ജോൺ ഡാൾട്ടൺ.
ഫോർ എക്സാമ്പിൾ കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്ത് കാർബൺ മോണോക്സൈഡ് ഫോം ചെയ്യാൻ പറ്റും. അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡും ഫോം ചെയ്യാം. കാർബൺ മോണോക്സൈഡില് 12 ഗ്രാം കാർബണ് 16 ഗ്രാം ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡില് 12 ഗ്രാം കാർബണ് 32 ഗ്രാം ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. ഇവിടെ കാർബൺ എന്ന എലമെന്റിന്റെ മാസ് ഫിക്സ്ഡ് ആണ്. രണ്ട് കോമ്പൗണ്ടിലും കാർബണിന്റെ മാസ് 12 ഗ്രാം ആണ്. അതേസമയം ഓക്സിജന്റെ മാസ് കാർബൺ മോണോക്സൈഡ് 16ഉം കാർബൺ ഡൈ ഓക്സൈഡില് 32 ആണ്. ഇവിടെ ഡിഫറെന്റ് ആയിട്ട് മാസ് ഉള്ളത് ഓക്സിജൻ എന്നുള്ള എലമെന്റിനാണ്. ഈ രണ്ട് കോമ്പൗണ്ടിലും കാർബൺ മോണോക്സൈഡ് 16 ഗ്രാം, കാർബൺ ഡൈ ഓക്സൈഡ് 32 ഗ്രാം. ഈ രണ്ട് കോമ്പൗണ്ടിലും ഓക്സിജന്റെ മാസുകൾ ഒരു സിമ്പിൾ റേഷ്യോയിലാണ്. ഒന്നാമത്തേത് 16 ഗ്രാം, രണ്ടാമത്തേത് 32 ഗ്രാം. ഇത് നമ്മൾ സിമ്പിൾ റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആയിരിക്കും. ഇതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ ഗിവ്സ് വാട്ടർ, അല്ലെങ്കിൽ H2 പ്ലസ് ഹാഫ് O2 ഗിവ്സ് H2. ഇവിടെ 2 ഗ്രാം ഹൈഡ്രജനും 16 ഗ്രാം ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ടാണ് 18 ഗ്രാം വാട്ടർ ഫോം ചെയ്യുന്നത്. ഇതേ ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന കോമ്പൗണ്ട് കൂടി ഫോം ചെയ്യാൻ പറ്റും. 2 ഗ്രാം ഹൈഡ്രജനും 32 ഗ്രാം ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ടാണ് 34 ഗ്രാം ഹൈഡ്രജൻ പെറോക്സൈഡ് ഫോം ചെയ്യുന്നത്. ഇവിടെ ഈ രണ്ട് കോമ്പൗണ്ടിലും ഹൈഡ്രജന്റെ മാസ് ഫിക്സ്ഡ് ആണ്. രണ്ടിലും 2 ഗ്രാം ആണ്. ഓക്സിജന്റെ മാസ് ആണ് ഡിഫറെന്റ് ആയിട്ടുള്ളത്. വാട്ടറില് ഓക്സിജന്റെ മാസ് 16 ഗ്രാമും ഹൈഡ്രജൻ പെറോക്സൈഡില് ഓക്സിജന്റെ മാസ് 32 ഗ്രാമുമാണ്. ഈ ഡിഫറെന്റ് മാസ് ഉള്ള എലമെന്റ്, അതായത് ഓക്സിജന്റെ മാസ് ഈ രണ്ട് കോമ്പൗണ്ടിലും ഒരു സിമ്പിൾ റേഷ്യോയിലായിരിക്കും. വാട്ടറിൽ 16 ഗ്രാം, ഹൈഡ്രജൻ പെറോക്സൈഡ് 32 ഗ്രാം. ഇതിന്റെ റേഷ്യോ 16:32, അതായത് 1:2 ആയിരിക്കും. ഇതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. നാലാമത്തെ ലോ, ഗേ-ലുസാക്സ് ലോ ഓഫ് gaseous volumes. It states that when gases combine or are produced in a chemical reaction, they do so in a simple ratio by volume, provided all gases are at the same temperature and pressure. When gases combine to form gaseous products, there exists a simple ratio in the volumes of reactants and products at the same temperature and pressure. Gases combine ചെയ്ത് gaseous product ആയിട്ട് മാറുകയാണെങ്കിൽ ഈ റിയാക്ടൻസിന്റെയും പ്രോഡക്ട്സിന്റെയും വോളിയംസ് തമ്മിൽ ഒരു സിമ്പിൾ റേഷ്യോയിലായിരിക്കും. ഇതാണ് ഗേ-ലുസാക്സ് ലോ ഓഫ് gaseous volume. When gases combine to form gaseous product, there exists a simple ratio between volumes of reactants and products at the same temperature and pressure. For example, ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് വാട്ടർ ആയിട്ട് മാറുകയാണെങ്കിൽ ഈ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും അതേപോലെ വാട്ടറിന്റെയും വോളിയംസ് തമ്മിൽ ഒരു സിമ്പിൾ റേഷ്യോയിലായിരിക്കും. അതാണ് ഗേ-ലുസാക്സ് ലോ. ഫോർ എക്സാമ്പിൾ 100 ml ഹൈഡ്രജനും 50 ml ഓക്സിജനുമാണ് കമ്പൈൻ ചെയ്ത് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വിചാരിക്കാം. വാട്ടറിന്റെ വോളിയം 100 ml ആണെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ വോളിയംസ് തമ്മിലുള്ള റേഷ്യോ ഓഫ് വോളിയംസ് ഓഫ് ഹൈഡ്രജൻ is to volumes of oxygen is to volumes of water എന്ന് പറഞ്ഞാൽ 100:50:100 ആയിരിക്കും. അതായത് 2:1:2 ആയിരിക്കും. അപ്പൊ ഗ്യാസസ് കമ്പൈൻ ചെയ്ത് ഗ്യാസസ് പ്രോഡക്റ്റ് ആയിട്ട് മാറുകയാണെങ്കിൽ ഈ റിയാക്ടൻസിന്റെയും പ്രോഡക്ട്സിന്റെയും വോളിയംസ് തമ്മിൽ ഒരു സിമ്പിൾ റേഷ്യോയിലായിരിക്കും. ഇതാണ് ഗേ-ലുസാക്സ് ലോ.
അഞ്ചാമത്തെ ലോ അവോഗാഡ്രോ ലോ. It states that equal volumes of gases at the same temperature and pressure should contain equal number of molecules. അവോഗാഡ്രോ ലോ ഒക്കെ നിങ്ങൾ 10th പഠിച്ചിട്ടുണ്ടാവും. ഈക്വൽ വോളിയം ഏത് ഗ്യാസ് നമ്മൾ എടുക്കുകയാണെങ്കിലും അത് സെയിം ടെമ്പറേച്ചറും പ്രഷറിലുമാണെങ്കിൽ അതിനകത്തുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് സെയിം ആയിരിക്കും. ഈക്വൽ വോളിയം നമ്മൾ ഹൈഡ്രജൻ എടുക്കുകയാണെങ്കിലും ഓക്സിജൻ എടുക്കുകയാണെങ്കിലും ഇത് രണ്ടും ഒരേ ടെമ്പറേച്ചറിലും പ്രഷറിലുമാണെങ്കിൽ അതിനകത്തുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് സെയിം ആയിരിക്കും. ഇതാണ് അവോഗാഡ്രോ ലോ. ഈക്വൽ നമ്പർ ഓഫ് ഓൾ ഗ്യാസസ് at the same temperature and pressure should contain equal number of molecules. Dalton's atomic theory. First point, matter consists of indivisible atoms. Matter ഉണ്ടാക്കിയിരിക്കുന്നത് indivisible ആയിട്ടുള്ള ആറ്റംസ് കൊണ്ടാണ്. അതായത് മാറ്ററിന്റെ ഏറ്റവും ചെറിയ പാർട്ട് എന്ന് പറയുന്നത് ആറ്റംസ് ആണ്. ആറ്റംസ് ഇൻഡിവിസിബിൾ ആണ്. ആറ്റംസിന് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഏറ്റവും ചെറിയ പാർട്ട് ആറ്റംസ് ആണ്. മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും ചെറിയ പാർട്ട് അല്ലെങ്കിൽ മാറ്ററിന്റെ ഏറ്റവും ചെറിയ പാർട്ട് ആറ്റംസ് ആണ്. ഇതാണ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറിയുടെ ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, all the atoms of a given element have identical properties including identical mass. Atoms of different elements different mass. ഒരു എലമെന്റിന്റെ എല്ലാ ആറ്റത്തിനും ഐഡന്റിക്കൽ മാസും ഐഡന്റിക്കൽ പ്രോപ്പർട്ടീസുമാവും ഉണ്ടാവുക. ഡിഫറെന്റ് എലമെന്റ്സിന്റെ ആറ്റംസിന് ഡിഫറെന്റ് പ്രോപ്പർട്ടീസും ഡിഫറെന്റ് മാസവും ഉണ്ടാവും. ഒരു എലമെന്റിന്റെ എല്ലാ ആറ്റംസിനും ഒരേ പ്രോപ്പർട്ടിയാണ് ഉണ്ടാവുക. ഡിഫറെന്റ് എലമെന്റ്സിന്റെ ആറ്റംസിന് ഡിഫറെന്റ് പ്രോപ്പർട്ടിയാണ് ഉണ്ടാവുക. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, compounds are formed when atoms of different elements combine in a fixed ratio. ഇത് നമ്മൾ കോമ്പൗണ്ട്സിനെ കുറിച്ച് പഠിച്ചപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഡിഫറെന്റ് എലമെന്റ്സിന്റെ ആറ്റംസ് അതിന്റെ മാസിന്റെ ഒരു ഫിക്സ്ഡ് റേഷ്യോയില് കമ്പൈൻ ചെയ്യുമ്പോഴാണ് കോമ്പൗണ്ട്സ് ആയിട്ട് മാറുന്നത്. Compounds are formed when atoms of different elements combine in a fixed ratio. നാലാമത്തെ പോയിന്റ്, chemical reactions involve reorganization of atoms. These are neither be created nor be destroyed. ഒരു കെമിക്കൽ റിയാക്ഷനില് ആറ്റംസിന്റെ റീഅറേഞ്ച്മെന്റ് മാത്രമേ നടക്കുന്നുള്ളൂ. ആറ്റംസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുക മാത്രമേ നടക്കുന്നുള്ളൂ. ആറ്റംസ് ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ സാധ്യമല്ല. കെമിക്കൽ റിയാക്ഷൻസ് ഇൻവോൾവ് റീഓർഗനൈസേഷൻ അല്ലെങ്കിൽ റീഅറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസ്. ആറ്റംസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് nor be destroyed in a chemical reaction.